ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, അതായത് ഏത് തരത്തിലാണ് അവർ നിങ്ങളെ നോക്കിക്കാണുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഇവിടെ നമുക്ക് മാസ്റ്റർ കാർഡ് നൈറ്റ് ഓഫ് സോഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇന്നത്തെ സ്പ്രെഡിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിങ്ങളെക്കുറിച്ച് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തമ്മിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കാൻ പ്ലാൻ ചെയ്തിരുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റോട് കൂടി മുന്നോട്ട് പോയിരുന്ന ഒരു ബന്ധമായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ടൈം പാസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാതെ തുടങ്ങിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പോ ഒന്നും അല്ല. നല്ലതുപോലെ ആലോചിച്ച് തീരുമാനമൊക്കെ എടുത്ത് മുന്നോട്ട് പോയിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം. അത്രയും ട്രൂഫുൾ ആയിട്ട് നിങ്ങൾ ഈ ബന്ധത്തെ വിചാരിച്ചിട്ടും ഉണ്ടാകാം. അപ്പം അതുപോലെയുള്ള ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, വളരെയധികം ഒരു പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് കാണുന്നത്. പലപ്പോഴും അവര് ഇമോഷൻസിനേക്കാളും കൂടുതലായിട്ട് ആ ഒരു പ്രാക്ടിക്കലായിട്ടാണ് അവർ ചിന്തിക്കുക. പ്രാക്ടിക്കാലിറ്റിക്കാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം ഇമോഷൻസ് ചിലപ്പോൾ രണ്ടാം സ്ഥാനം മാത്രമാണ് അവർ കൊടുക്കുക, ഇമോഷൻസ് ഈ ഒരു പേഴ്സൺ. മാത്രമല്ല ഈ ഒരു വ്യക്തി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, വെൽത്ത്, ഇതിനെല്ലാം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിരിക്കും. അതായത് ഇപ്പോൾ അവരുടെ മുന്നിൽ ഒരു സ്നേഹവും സമ്പത്തും ഒക്കെ ഒരു ഓപ്ഷൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർ ആ ഒരു സമ്പത്തായിരിക്കും അല്ലെങ്കിൽ ആ ഒരു വെൽത്ത് തന്നെയാണ് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അത്തരത്തിലുള്ള ഒരു പേഴ്സൺ ആണിത്. ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കാളും ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. അല്ലാതെ ചില വ്യക്തികളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറെ ട്രോമാസും പ്രശ്നങ്ങളും പ്രോബ്ലംസും ഒക്കെ അവരുടെ ലൈഫിലേക്ക് വരുമ്പോൾ അവരതൊക്കെ ഫേസ് ചെയ്യുന്ന സമയത്ത് അവർ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് പലതും അവർ മറന്നു പോകുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് ചെയ്യാനായിട്ട് കഴിയാതെ പിറകോട്ട് പോകുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെയല്ല. അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ ചെയ്യും, ഏതൊരു സാഹചര്യം അവർ ഇനി ലൈഫിൽ ഫേസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും. അപ്പം ഒരു പക്ഷേ ഒരു സൊസൈറ്റിയിലാണെങ്കിലും അത്രയധികം ഒരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റബിൾ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പം മറ്റുള്ളവരോട് ഈ ഒരു പേഴ്സണെ കുറിച്ച് ചോദിച്ചാൽ നല്ല അഭിപ്രായങ്ങൾ മാത്രമേ അവർക്ക് നമുക്കിപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ആ ഒരു ചോദിക്കുന്ന വ്യക്തിക്ക് കേൾക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇന്ന ഒരു മോശം സ്വഭാവം ഉണ്ട് എന്നുള്ള രീതിയിൽ ഒന്നും തന്നെ ഇവരെ കുറിച്ച് ആരും പറയില്ല. അപ്പൊ അത്രയ്ക്കും ഒരു സൊസൈറ്റിയിൽ നല്ലൊരു ഇമേജ് ആണ് ഇവർ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ അതുപോലെയുള്ള ഒരു പേഴ്സൺ ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ശരിക്കും 100% ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം, കണ്ണടച്ച് വിശ്വസിച്ചിട്ടുണ്ടാവാം. അപ്പം ഇത്തരത്തിൽ ഒരു പ്രകൃതമുള്ള ഈ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരുവിധ ഡൗട്ടും ഉണ്ടാവില്ല. ഇപ്പൊ സ്വാഭാവികമായിട്ട് നോർമൽ ആയിട്ടുള്ള ഒരു പേഴ്സണ് യാതൊരുവിധ ഒരു ഡൗട്ട് ഈ ഒരു വ്യക്തിയെ തോന്നാൻ ചാൻസ് ഇല്ല. വളരെ ജെന്യൂൻ ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് തന്നെയാണ് നമുക്ക് അവരെ കാണാനായിട്ടും സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത്രയും നിങ്ങൾ വിശ്വസിച്ച് പോകുന്ന ഈ വ്യക്തിയുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില പ്രവൃത്തികൾ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളോ ഒക്കെ വന്നിരിക്കുന്നത് എന്നാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാനായിട്ട് സാധിക്കാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ പ്രവൃത്തികളും ഒക്കെ ഈ ഒരു പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാകാം. അപ്പൊ ഈ വ്യക്തി ഇങ്ങനെ ചെയ്യുമോ, അല്ലെങ്കിൽ ഇവരാണോ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുള്ളത് എന്ന് വരെ ചിന്തിച്ച് നിങ്ങൾ ചിലപ്പോൾ വണ്ടറടിച്ച് ചെന്നിട്ടുണ്ടാകാം. അപ്പം അതുപോലെയുള്ള ഒരു പ്രവൃത്തി ഈ ഒരു പേഴ്സൺ നിങ്ങളോട് കാണിച്ചിട്ടുണ്ട് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഒരു സൈലന്റ് ആയിട്ടായിരിക്കാം പിന്നീട് അവർ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടാകുക. ഈ ഒരു പേഴ്സന്റെ എനർജി നോക്കുമ്പോൾ അങ്ങനെ മോശമായിട്ട് സംസാരിക്കോ അല്ലെങ്കിൽ
അങ്ങനെ ഒരു വായി തോന്നുന്നത് വിളിച്ചു പറയുന്ന ഒരു പേഴ്സൺ ഒന്നും അല്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറച്ചുകൂടി ഒന്ന് ചിന്തിച്ച് പെരുമാറുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. പക്ഷെ ഇവർ ചിലപ്പോൾ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടാകാം. അവരുടെ ആ ഒരു സൈലൻസ് ആയിരിക്കാം നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ടാകുക. നാളെ ഇതുവരെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉത്തരങ്ങൾ തന്നുകൊണ്ടിരുന്ന ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായി, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വന്നപ്പോൾ നിങ്ങൾ ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന സമയത്ത് ഒരു മറുപടിയും കൃത്യമായിട്ട് പറയാതിരിക്കുന്ന ഒരവസ്ഥ. അപ്പൊ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകും ഈ ഒരു പേഴ്സൺ എന്തൊക്കെയോ എന്നോട് ഹൈഡ് ചെയ്ത് വെക്കുന്നു എന്ന രീതിയിൽ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടാകാം. അപ്പൊ അവര് ജസ്റ്റ് ഇത് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിച്ചേനെ, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഓക്കെ കൺവിൻസ് ആയേനെ നിങ്ങൾ അതിൽ. പക്ഷെ അവരൊന്നും പറയുന്നില്ല, അവർ വളരെ സൈലന്റ് ആയിട്ടിരിക്കും. നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ ഒരു സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നതെല്ലാം കറക്റ്റ് ആണ് എന്നാണോ അല്ല എന്നാണോ ഇതൊന്നും നമുക്ക് മനസ്സിലാവും. നമ്മൾ ചോദിക്കുന്ന ആള് കൺഫ്യൂസ്ഡ് ആവുകയാണ്. അപ്പൊ കറന്റ് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ചിലർക്ക് ഒരു ലെസ് കോണ്ടാക്ട് ആയിരിക്കാം, ചിലർക്ക് നോ കോണ്ടാക്ട് ആയിരിക്കാം, ചിലർക്ക് സെപ്പറേഷൻ തന്നെ പോയിട്ടുണ്ടാകാം. ഏത് തരത്തിലാണെങ്കിലും മാനസികമായിട്ട് നിങ്ങൾ തമ്മിൽ ഒരുപാട് അകന്നു പോയതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവും, നമ്മളിപ്പോ ഒത്തിരി അകന്നു പോയി, ഇപ്പൊ കുറെ നാൾ സംസാരിക്കാതിരുന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മളിപ്പോ സംസാരിക്കുന്നുണ്ട്, അഥവാ സംസാരിച്ചാൽ തന്നെ അഥവാ കാണുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു എന്താ ഒരു പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുന്നതായിട്ട് നമുക്ക് ഒരു ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ നമുക്കൊരു ലാക്ക് എവിടെ എന്തിന്റെയോ ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അത്രയും ദൃഢമായിട്ടുള്ള ഒരു ബന്ധമായിരുന്നെങ്കിൽ കൂടിയും ഇപ്പോൾ രണ്ടുപേരും അന്യരെ പോലെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്രയും നാളും നമ്മളോടൊപ്പം ഒരു വിശ്വാസത്തോടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അല്ല, അവർക്ക് എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് കാണുമെന്ന് നിങ്ങൾ കരുതിയിട്ടുള്ള ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടായപ്പോൾ നിങ്ങൾ ഇത്രയധികം ഒരു ഷോക്കായി പോവുകയും പിന്നീട് അവർ സൈലന്റ് ആയിരിക്കുന്നതും നിങ്ങളെ ഒത്തിരിയധികം വിഷമിപ്പിക്കുന്നുണ്ട്. അത് അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത് കൊണ്ടാണ് എന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ അവരായിട്ട് സൈലന്റ് ആയിട്ട് ഒരു ഒഴിഞ്ഞു മാറി പോകുന്ന പോലെ അങ്ങനെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പം അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലൊരു സ്റ്റക്നെസ് അവർക്ക് അനുഭവപ്പെട്ടതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കും ഈ ഒരു പേഴ്സൺ ഒഴിഞ്ഞു മാറി പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ടാകും. അപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളുമായിട്ട് ചെറിയൊരു പ്രശ്നത്തിലിരിക്കുമ്പോൾ സ്റ്റക്നെസ് അല്ലെങ്കിൽ ഒരു ഫീൽ കിട്ടാത്ത ആ അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ടാകും. അപ്പൊ എന്ത് തന്നെ ആയിരുന്നാലും ഈ ഒരു വ്യക്തി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുമ്പോൾ എല്ലാ വശങ്ങളും ആലോചിച്ച് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇമോഷൻസിന് മാത്രം എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി അല്ല. അവരുടെ നിലനിൽപ്പും അവരുടെ ഒപ്പമുള്ള വ്യക്തികളുടെ നിലനിൽപ്പും പല കാര്യങ്ങളും ചിന്തിച്ച് മാത്രം ചെയ്യുന്ന ഒരു എനർജി ഉള്ള ഒരാളാണ്. മേ ബി അതുകൊണ്ടായിരിക്കാം എന്താണെങ്കിലും അവർക്ക് ഈ ഒരു റിലേഷനിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്റ്റക്നെസ് അനുഭവപ്പെട്ടു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു അവസരത്തിൽ പോലും മേ ബി ഇപ്പൊ പോലും ഈ വ്യക്തി നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടാകാം, ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടാകാം, നിങ്ങളുടെ ഒരു അവസ്ഥ എങ്ങനെയാണെന്ന് ഒക്കെ അറിയാനായിട്ട് അവർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സ് വഴിയോ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങളെ അവർ സ്പൈ ചെയ്യുന്നൊക്കെ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ലൈഫ് എങ്ങനെ പോകുന്നു എന്ന് അറിയാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു പേഴ്സൺ ആണ് ഈ ഒരു പേഴ്സൺ. നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റിലാണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ സെപ്പറേഷനിലാണെങ്കിൽ കൂടിയും. അപ്പൊ ചിലവരാണെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലൊക്കെ പോയിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഒരു കോണ്ടാക്ട് ഈ ഒരു പേഴ്സണിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകാം ഈ ഒരു സമയത്തിനുള്ളിൽ. അതായത് ഇവരായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഗ്യാപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഒരു മിസ്റ്റേക്ക് കൊണ്ടല്ല അത് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ വ്യക്തി ആയിട്ട് തന്നെ മുൻകൈ എടുത്ത് നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റിൽ വീണ്ടും വരുവാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതാണ് ഞാനിവിടെ പറഞ്ഞത്, ഇവര് ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു കോണ്ടാക്ട് ഇവർ തന്നിട്ടുണ്ടാ, ഇല്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു കോണ്ടാക്ട് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ചിലർക്ക് കോണ്ടാക്ട് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാനിവിടെ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണുന്നുണ്ട് ഒരു ആക്ഷൻ എടുക്കുന്ന കാർഡ് നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തി കാര്യങ്ങളെല്ലാം മനസ്സ് തുറന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യാനായിട്ട് വളരെയധികം ഇവർ ആഗ്രഹിക്കുന്ന എനർജീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഒരു ക്ലാരിറ്റി വരുത്താനാണ്, എല്ലാ കാര്യത്തിനും ഒരു ക്ലാരിറ്റി വരുത്താൻ, നിങ്ങൾക്കൊരു റിപ്ലൈ തരാനായിട്ട്. അന്ന് നിങ്ങളോട് ആ ഒരു സെപ്പറേഷൻ ഉണ്ടായ സമയത്ത്, ആ പ്രശ്നം ഉണ്ടായ സമയത്ത് അവർക്ക് നിങ്ങളോട് ഒരു റിപ്ലൈ തരാനായിട്ട് കഴിഞ്ഞില്ല. അപ്പൊ അതിനൊരു റിപ്ലൈ അവർ തരും.
ഇനി കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഫസ്റ്റ് തന്നെ അതായിരിക്കും അവർ ചെയ്യുക. എന്നിട്ട് ഇനി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെസ്സേജ്, എന്തോ ഒരു സ്പെസിഫിക് കാര്യം നിങ്ങളോട് അവർക്ക് പറയാനുണ്ട്. ആ ഒരു കാര്യം കൂടി അവർ തുറന്നു പറയും എന്ന് നമുക്ക് കാണാൻ സാധിക്കണം. ഓക്കെ, അപ്പൊ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ള ഒത്തിരി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ബിസി ആയിട്ടുള്ള ഒരു ലൈഫാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ലീഡ് ചെയ്യുന്നതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിട്ടിട്ട് പോയെങ്കിൽ കൂടി അവർക്ക് വീണ്ടും ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അവർ നിൽക്കുന്ന സ്ഥലത്ത് സ്ട്രെസ്ഫുൾ ആണ്, വളരെ ബിസി ലൈഫാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പൊ ആ ഒരു തിരക്കിനിടയിലും അവർ നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കാനും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഓക്കെ ആക്കാനും ഒക്കെ ഒരു സമയം അവർ കണ്ടെത്തുന്നുണ്ട്. ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുമ്പോൾ വീണ്ടും കോണ്ടാക്റ്റിൽ വരാനായിട്ട് ഉള്ള കാരണമായിട്ട് നിങ്ങൾ ചോദിക്കും, ഇപ്പം ഈ ഒരു പേഴ്സൺ നമ്മൾ ഇട്ടിട്ട് പോയില്ല, അന്നേരം ഒന്നും അവർക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ ഇപ്പം ഇങ്ങനെ തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇയാളെ എങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും, ആ ഒരു രീതിയിലൊക്കെ എന്ത് കാരണം കൊണ്ടായിരിക്കും ഇപ്പൊ ഇവർ തിരിച്ചു വരുന്നത്? അന്ന് അവർക്ക് ഒന്നും മിണ്ടാനും പറയാനും ഒന്നും ഇല്ലായിരുന്നു, പിന്നെ ഇപ്പൊ എന്തിനാണ് അവർ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം നമുക്കിവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു പേഴ്സണ് നമ്മൾ ഈ പറയുന്ന പോലെ ദൈവഭയം എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലുള്ള ഒരു പേടി വന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ചില സമയത്ത് നമ്മൾ തെറ്റ് ചെയ്താലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ വേദനിപ്പിച്ചു കഴിഞ്ഞാലോ ഒക്കെ നമുക്ക് ആ ഒരു സമയത്ത് പ്രത്യേകിച്ചൊന്നും തോന്നണമെന്നില്ല. ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ കുറച്ചധികം നാളുകളോ കഴിയുമ്പോൾ ആയിരിക്കും നമ്മുടെ ലൈഫിൽ അതുപോലെയുള്ള ഒരു ഇൻസിഡന്റ് വീണ്ടും ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ അന്ന് ഞാൻ ചെയ്ത കാര്യങ്ങൾ ശരിയായില്ല, അതിന്റെ ഫലമാണ് ഞാനിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ആ ഒരു സമയങ്ങളിൽ, ചില സമയങ്ങളിൽ മനുഷ്യനൊരു റിയലൈസേഷൻ ഉണ്ടാകും. ആ ഒരു രീതിയിൽ ഈ ഒരു പേഴ്സണ് ഓരോരോ തിരിച്ചടികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച പോലെ സെയിം സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്യുന്നുണ്ടാകാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സെനാരിയോസ് അവരുടെ ലൈഫിൽ വന്നപ്പോൾ അവര് ശരിക്കും ഒരു പേടിച്ചു പോയതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് അതായത് ഈ കർമ്മഫലത്തെ പേടിക്കുക എന്നൊക്കെ പറയാം. നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്കൊരു വേദന ഏത് രീതിയിൽ കൊടുത്തോ ആ ഒരു സെയിം രീതിയിൽ നമുക്ക് തന്നെ തിരിച്ചു വരും. അത് അവരിപ്പോൾ റിയലൈസ് ആയിട്ടിരിക്കുന്നു, അവർക്കത് മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നിങ്ങളിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ തിരികെ വരാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു. പിന്നെ നിങ്ങളുടെ ജെന്യൂനിറ്റിയും അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ നമുക്ക് അങ്ങ് ഒരു മുന്നമേ ഇവർക്ക് ചിന്ത വന്നിട്ടുണ്ട്, നിങ്ങൾ വിട്ടിട്ട് പോയ ഒരു സമയത്ത് കുറച്ചൊരു സമയം കഴിയുമ്പോൾ അവർക്ക് അത് ചിന്ത വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഒരാളെ വേദനിപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ അത് ന്യായീകരിക്കാനായിട്ട് നമ്മുടെ മനസ്സിൽ തന്നെ നമ്മളെ തന്നെ ന്യായീകരിക്കും. നമ്മൾ പറയും, ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് അതേ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ആരായാലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ചെയ്യുമായിരുന്നുള്ളൂ, അത് തന്നെ ഞാനും ചെയ്തുള്ളൂ, അതൊരു വലിയ ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ തന്നെ ന്യായീകരിക്കും. പക്ഷെ നമ്മൾ എത്ര ന്യായീകരിച്ചാലും നമുക്ക് തന്നെ അറിയാം നമ്മൾ ആ ചെയ്തത് മോശമായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ലായിരുന്നു ആ ഒരു സമയത്ത് പ്രതികരിക്കേണ്ടതെന്ന് നമുക്ക് തന്നെ അറിയാം. എന്നാലും നമ്മൾ നമ്മളെ തന്നെ ന്യായീകരിക്കും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ന്യായീകരിച്ചായിരുന്നു ഈ വ്യക്തി ഇത്രയിടം വരെ പോയിക്കൊണ്ടിരുന്നത്. ഇനി ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കാനായിട്ട്, ആ ഒരു ന്യായീകരണത്തിൽ ഒന്നും നിൽക്കാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ വീണ്ടും അത് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടുള്ള ഒരു സ്റ്റേജസ് ഇവിടെ യൂണിവേഴ്സാൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. പക്ഷെ പിന്നെ ഇവിടെ ബുദ്ധിമുട്ട് വരുമ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി ചിന്തിക്കാനൊക്കെ കഴിയും ആൾക്കാർക്ക്. അതുവരെ നമ്മളൊരു വേദന അനുഭവിക്കുന്നില്ല എങ്കിൽ നമുക്ക് ആ ഒരു ഓപ്പോസിറ്റ് നിന്ന വ്യക്തി എത്ര എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാലും എനിക്ക് ഇത്ര വേദനയാണ് അല്ലെങ്കിൽ എൻ്റെ ഹൃദയം പൊട്ടിപ്പോവാന്ന് പറഞ്ഞാലും നമുക്കതൊരു ജസ്റ്റ് ഒരു കേൾക്കുന്ന ആ ഒരു ഫീല് അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിന്റെ ഡെപ്തോ കാര്യങ്ങളോ ഒന്നും മനസ്സിലാക്കണമെന്നില്ല. പക്ഷെ നമുക്ക് ആ വേദന വരുമ്പോൾ അയ്യോ ആ വ്യക്തി അനുഭവിച്ചത് ഇത്രയും വിഷമമായിരുന്നല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു സമയത്താണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ ഒരു പേഴ്സണ് ഒരു തിരിച്ചറിവ് ഉണ്ടായി എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റക്ക് സിറ്റുവേഷൻ ലൈഫിൽ വന്നപ്പോൾ അവർ പോയി എന്നുള്ളതാണ് സത്യം. പക്ഷെ എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർ ക്ലാരിറ്റിയോ അല്ലെങ്കിൽ നിങ്ങളെ സമാധാനപ്പെടുത്തിയോ അങ്ങനെയൊന്നും അല്ല ഈ ഒരു പേഴ്സൺ പോയിട്ടുള്ളത്, അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞൊന്ന് സമാധാനിപ്പിച്ച് ആ ഒരു രീതിയിലൊന്നും അല്ല ഈ ഒരു പേഴ്സൺ പോയിട്ടുള്ളത്. അപ്പൊ ആ ഒരു സമയത്ത് അവർക്ക് യാതൊരുവിധ റിഗ്രറ്റോ ഒന്നും തോന്നിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ആ രീതിയിലെല്ലാം ചിന്തിക്കുന്നുണ്ട്, വളരെയധികം റിഗ്രറ്റ് തോന്നുന്നുണ്ട് അവർക്ക്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി വേണം എന്നുള്ളൊരു ആഗ്രഹം വളരെയധികം ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്പിരിച്വൽ എനർജിയുടെ ഒരു പ്രവർത്തനം ഇവരിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെയോ ഒക്കെ. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ
ഒരിക്കലും ആ ഒരു പേഴ്സൺ നന്നായി വരണം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നല്ലത് വരണം, അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ അല്ലെങ്കിൽ തിരിച്ചു വരണം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ഇട്ടിട്ട് പോയ ഒരു വ്യക്തി ആയിരിക്കാം. അപ്പൊ നിങ്ങൾ അത് സഫർ ചെയ്തു, അതിനുശേഷം നിങ്ങൾ അതിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് നിങ്ങൾ പുതിയൊരു സിനാരിയോയിലേക്കോ ലൈഫിലേക്കോ പോയിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നശിച്ചു, അവൾ നശിച്ചു പോകണം, അല്ലെങ്കിൽ അവൻ നശിച്ചു പോകണം, അവൻ ഇനി നല്ലത് വരരുത്, അങ്ങനെയൊന്നും ചിന്തിക്കില്ല. കുറെ ആളുകൾ എങ്ങനെ ചിന്തിക്കും, അവർ നല്ല രീതിയിൽ അവർ നന്നായിട്ട് ജീവിക്കട്ടെ, ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ അതും ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ ആ രീതിയിലുള്ള പ്രാർത്ഥനകൾ അതൊക്കെയാണ് ഇവിടെ ഒരു സ്പിരിച്വൽ എനർജീസ് ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. പിന്നെ അതൊക്കെ തന്നെയാണ് ഇവിടെ ഇവരുടെ മനസ്സ് മാറിയിട്ടുള്ളത്. അവര് വളരെയധികം ബിസി ആണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്താനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് അത്രമേൽ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സ്നേഹം ഇവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങളോട് അത്രമേൽ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സ്നേഹം കാണാൻ സാധിക്കുന്നുണ്ട്. മെന്റലി ആൻഡ് ഫിസിക്കലി ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു എനർജീസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് നെയിൽ പോളിഷ് എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ്. നെയിൽ പോളിഷിനോടൊക്കെ ക്രേസ് ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ ഒക്കെ എന്ന് വിചാരിക്കുന്നു. നമ്പർ 22 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ M. 2 months എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റൈഡർ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നു. നിങ്ങളുടെ പേഴ്സൺ റൈഡർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ റൈഡർ ആകാനുള്ള ചാൻസ് ഉണ്ട്. ടാറ്റു ആർട്ട് ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. മോൾ ഓൺ റൈറ്റ് ചീക്സ്, റൈറ്റ് സൈഡിലെ കവിളിലും മറുകളിലുള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. പേഷ്യൻസ്, ഒത്തിരി ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, സെപ്റ്റംബർ മന്ത് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലൈക്സ് ട്രാവലിംഗ് ചെയ്യാനായിട്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. ഷോർട്ട് ഹെയർ, നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഹെയർ ഷോർട്ട് ഹെയർ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഗവൺമെന്റ് സർവീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ. റോസ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കളർ. ലോങ് നെയിലൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. സെൻസിറ്റീവ്, പെട്ടെന്ന് കരയുന്നതോ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. 1978 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ വരുന്നുണ്ട്. ഓറഞ്ച് കളർ. ലെറ്റർ T. Number 45. Letter X. Number 49. Number 48. 2000 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ വരുന്നത്. നമ്പർ 51. തിരുവനന്തപുരം ജില്ല. 2003. ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ജൂലൈ മന്ത് എന്ന് പറയുന്ന ക്ലൂ വരുന്നുണ്ട്. ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ഫ്ലവേഴ്സ്. ആലപ്പുഴ ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ N നമുക്ക് കിട്ടുന്നുണ്ട്. 1995 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു. അതുപോലെ തന്നെ 1980 എന്ന് പറയുന്ന വർഷം കിട്ടുന്നു. ലെറ്റർ A നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 2. ഗെയിമിംഗ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം. ഹോണസ്റ്റ് എന്ന് പറയുന്ന ഒരു സത്യസന്ധനാണ്, അല്ലെ സത്യസന്ധയാണ്. നവംബർ മന്ത്. ലെറ്റർ S. യോഗ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നു. 2004 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 1992 കൂടി കിട്ടുന്നു. കൊല്ലം ജില്ല. നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ L. ടോക്കറ്റീവ്, ഒത്തിരി സംസാരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒത്തിരി സംസാരിക്കുന്ന വ്യക്തികളായിരിക്കാം. ടീ ലവർ. 1984. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങും അതുപോലെ ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ അയക്കുന്ന കമന്റുകളെല്ലാം ഞാൻ വായിച്ചു നോക്കാറുണ്ട്. പല കമന്റുകളും എനിക്ക് ഒത്തിരി സന്തോഷം നൽകുന്നതാണ്. ഓക്കെ, ഇനിയും തുടർന്ന് നിങ്ങൾ കമന്റുകൾ അയക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.